യോഗിക്ക് ആരും മൂക്കുകയർ ഇട്ടിട്ടുമില്ല, ഉടനെ ഒന്നും ഇടാനും പോകുന്നില്ല. അങ്ങനെ ഇട്ടു എന്ന് കരുതുന്നവരുടെയൊക്കെ വ്യാമോഹം മാത്രമാണ്. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളത് ഞാൻ തറപ്പിച്ച് പറയുന്നു. 2027 വരെ യോഗി ആദിത്യനാഥ് തന്നെയായിരിക്കും UP-യുടെ മുഖ്യമന്ത്രി. ഇനി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയാണ് ഇവിടെ എല്ലാവരും പുകഴ്ത്തി സംസാരിച്ചത്. ഒരു തിരുത്തൽ ശക്തിയായൊക്കെ പ്രവർത്തിക്കുന്ന കേശവ് പ്രസാദ് മൗര്യയെക്കുറിച്ച്. ഇനി എന്താണ് നടന്നത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഇക്കഴിഞ്ഞ ഞായറാഴ്ച, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വ്യാഴാഴ്ചയാണ്, ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ BJP-യുടെ പ്രവർത്തക സമിതി യോഗത്തിൽ, എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞ വാചകമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാട്ടിയത്. ലഖ്നൌവിലായിരുന്നു യോഗം. അതിൽ പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുത്, ആരും പാർട്ടിയേക്കാൾ വലുതല്ല. ഇത് കേശവ് പ്രസാദ് മൗര്യ മാത്രമല്ല, എല്ലായിടത്തും BJP എടുക്കുന്ന സ്റ്റാൻഡ് അത് തന്നെയാണ്. പാർട്ടിയാണ് ആദ്യം, വ്യക്തിയല്ല. വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കപ്പലിന്റെ കപ്പിത്താനുള്ള പാർട്ടിയെ അനുകൂലിക്കുന്ന ആളുകൾക്ക് തോന്നും വ്യക്തിയാണ് വലുതെന്ന്. ഇവിടെ വ്യക്തിയല്ല, പാർട്ടി തന്നെയാണ് വലുത്. ലക്ഷ്യമാണ് പ്രധാനം. അതായത് രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് BJP എന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അതിനപ്പുറത്തേക്ക് വ്യക്തികളെ വളർത്തുക, യോഗി ആദിത്യനാഥിനെ വളർത്തുക, അതൊന്നുമല്ല. പാർട്ടി വളരുക, രാജ്യം വളരുക. ആദ്യം തന്നെ രാജ്യത്തിലേക്ക് പോകും, അതിനുശേഷമേ ഉള്ളൂ പാർട്ടിയും വ്യക്തിയും ഒക്കെ. ഏറ്റവും അവസാനമാണ് സെൽഫ്. അല്ലാതെ ഒരു വ്യക്തിയായ യോഗി ആദിത്യനാഥിനെ വളർത്തുന്നില്ല, യോഗി ആദിത്യനാഥിന് മൂക്കുകയറിട്ടു, അതൊക്കെ ഇറലവന്റ് ആണ്. ഇനി JP നദ്ദയുടെയും യോഗി ആദിത്യനാഥിന്റെയും സാന്നിധ്യത്തിലാണ് ഈ BJP പ്രവർത്തക സമിതി യോഗത്തിൽ കേശവ് പ്രസാദ് മൗര്യ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതിന് മറുപടിയായി അതേ വേദിയിൽ തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറക്ഷൻ എന്നുള്ള കാര്യം ആ യോഗത്തിൽ തന്നെ പറഞ്ഞു പോവുകയാണ്. യോഗി ആദിത്യനാഥ് പറഞ്ഞ മറുപടിയെക്കുറിച്ച് പറയാതെ കേശവ് പ്രസാദ് മൗര്യ യോഗിയെക്കുറിച്ച് ഇങ്ങനെ ആഞ്ഞടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നറേറ്റീവ് ഫുള്ളല്ല. യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ ഫലപ്രദമായി നേരിടാൻ കഴിയണം. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ഇൻറോഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ ചലഞ്ച് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് യോഗി ആദിത്യനാഥും കേശവ് പ്രസാദ് മൗര്യയും എല്ലാവരും BJP ആകെ യോജിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. കാരണം 2027 3 വർഷങ്ങൾക്കപ്പുറം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 2017 സീറ്റുകൾ കുറഞ്ഞാണ് 2022 പോൾ പൊസിഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2027 മികച്ച ഭൂരിപക്ഷത്തിലേക്ക്, ഇവിടെ ഇപ്പോൾ മാഡം പറഞ്ഞു അയോധ്യ, ഫൈസാബാദിലെ മികച്ച വിജയം, അതൊക്കെ പാർട്ടി കൃത്യമായി തന്നെ നോക്കിക്കാണുന്നുണ്ട്. അതിനൊക്കെയുള്ള റെമഡീസ് ആണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യോഗി ആദിത്യനാഥിന് മൂക്കുകയറിടാനായിട്ടുള്ള കയർ വാങ്ങിയിട്ട് ചന്തയിൽ നിന്ന് വാ എന്ന് പറഞ്ഞല്ല കേശവ് പ്രസാദ് മൗര്യയെ ദില്ലിയിൽ നിന്നും തിരിച്ചയച്ചിരിക്കുന്നത്. ഇനിയൊരു കാര്യം, ഭൂപേന്ദർ ചൗധരി എന്ന പേര് കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം. ഭൂപേന്ദർ ചൗധരി എന്ന BJP-യുടെ ഉത്തർപ്രദേശ് അധ്യക്ഷൻ, അദ്ദേഹം ഡൽഹിയിൽ പോയി കണ്ടിട്ട് യോഗി ആദിത്യനാഥിനെ മാറ്റണമെന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞ വാചകം ലോക്സഭയിലെ ദയനീയ പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്നാണ് ഭൂപേന്ദർ ചൗധരി എന്ന BJP-യുടെ ഉത്തർപ്രദേശിലെ അധ്യക്ഷൻ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ 40,000 പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ടുള്ള 15 പേജുള്ള റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് കൈമാറിയത്. ആ റിപ്പോർട്ട് പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാവരും ചർച്ച ചെയ്യും. കാരണം അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തലിലേക്ക് പോവുക എന്നുള്ളതാണ് BJP എന്ന പാർട്ടിയുടെ ശൈലി. അല്ലാതെ അവിടുന്ന് തീരുമാനിച്ച് ഇങ്ങോട്ടേക്ക് അറിയിക്കും, അല്ലെങ്കിൽ അവിടെ തോറ്റതിന് താഴെ ബ്രാഞ്ചുകാരാണ് കുറ്റക്കാരെന്ന് പറയും. അതല്ല BJP എന്ന പാർട്ടിയുടെ ശൈലി. ഇനി ജാട്ട് വിഭാഗത്തിന്റെ കൂടി കാര്യം നമ്മൾ പറയണം. OBC-യും രാജ്പുത്തും മാത്രമല്ല, ജാട്ട് വിഭാഗക്കാരനാണ് BJP അധ്യക്ഷനായ ഭൂപേന്ദർ ചൗധരി. അതുകൊണ്ട് തന്നെ ഈ 10 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് യോഗിക്കല്ല, ഭൂപേന്ദർ ചൗധരിക്കാണ്. BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് OBC വിഭാഗത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ മറ്റൊരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് UP-യിൽ നമ്മൾ കാണാൻ പോകുന്ന മാറ്റം. ഒരു തരത്തിലും സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ള മെസ്സേജ് BJP കേന്ദ്ര നേതൃത്വം കൃത്യമായി കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അത് JP നദ്ദയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനമാണ്. യോഗിയെ മാറ്റാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മൗര്യ ദില്ലിക്ക് പോയി JP നദ്ദയെ കണ്ടു. UP BJP അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി ബുധനാഴ്ച ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും ഒപ്പം JP നദ്ദയും ഒക്കെ കുറേ സമയം കണ്ടു. ഇവർ രണ്ടുപേരും കൂടി കണ്ടു. ഇതെല്ലാം വലിയ ഹെഡ്ലൈൻസ് ആണ്. പക്ഷേ ഈ കറക്ഷൻസ് എടുക്കുന്നതിനെ കുറിച്ച് BJP-ക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ് എന്നതിനെ കുറിച്ചല്ല, മസാല കണ്ടന്റ് ആണ് ഇവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൽ നേതൃമാറ്റമില്ല എന്നുള്ളത് കേന്ദ്ര നേതൃത്വം ഉറപ്പിച്ച കാര്യമാണ്. ഇനി 10 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ്, അതേക്കുറിച്ച് ഇവിടെ പറഞ്ഞു വന്നല്ലോ, അതേക്കുറിച്ച് കൂടി ഞാൻ പറയാം. ഇന്നലെ ലഖ്നൌവിൽ യോഗി ആദിത്യനാഥ് അവിടുത്തെ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരുടെ, സംസ്ഥാന മന്ത്രിസഭയിലെ 30 പേരെയും വിളിച്ചുകൂട്ടി. 13 ക്യാബിനറ്റ് മന്ത്രിമാരും 17 മന്ത്രിമാരും പങ്കെടുത്ത യോഗം. അതിൽ അവരോട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ 10 സീറ്റുകളിലും ലോക്സഭയിലേറ്റ പരാജയം അവർ കൃത്യമായി ഉൾക്കൊള്ളുകയും അത് തിരിച്ചു പിടിക്കുകയും ചെയ്യും. യോഗി തന്നെ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും എന്ന് യോഗി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന കറക്ഷൻ എന്ന് പറയുന്നത്
പറയുന്നത് ഈ 10 മണ്ഡലങ്ങളിലും പോയി ആഴ്ചയിൽ 2 ദിവസം, അത് നൈറ്റ് സ്റ്റേ അടക്കം, അതിൽ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം. ഇത് കോൺഗ്രസ് പറയുന്നത് പോലെ മറ്റേ ഒതുക്കാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ. കൃത്യമായി എല്ലാ മന്ത്രിമാരും പോകണം. കാരണം അവർക്ക് പരാതിയുള്ളത് ബ്യൂറോക്രസിയെ കുറിച്ചാണ്. സാർ പറഞ്ഞത് ശരിയാണ്. ബ്യൂറോക്രസിയുടെ ഇടപെടലിനെ കുറിച്ചുള്ള പാർട്ടിയുടെ പരാതി അതും യോഗി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മന്ത്രിമാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത് അവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ ബൂത്ത് തലത്തിൽ ഇടപെടണം, പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയങ്ങൾ അത് നിങ്ങൾ ഇടപെട്ടിട്ട് നടക്കുന്നില്ലെങ്കിൽ എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ തിരിച്ച് മന്ത്രിമാർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇന്നലെ നടന്ന യോഗത്തിൽ പറഞ്ഞത്. അതായത് ഇത്തവണ ഈ 10 ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്ഥാനാർത്ഥികളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായി നമുക്ക് നടത്തണം. അത് കൂട്ടുത്തരവാദിത്തത്തോടെ നടത്താൻ പോകുന്ന കാര്യമാണ്. താങ്കൾ പുഞ്ചിരിച്ചിട്ട് കാര്യമില്ല, ഇതാണ് അവിടെ നടക്കാൻ പോകുന്ന കാര്യം. ഇനി ബ്യൂറോക്രാറ്റ്സ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എങ്കിൽ അത് ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്ന ബുൾഡോസർ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഒരു ക്രെഡിറ്റായി തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ തന്നെ വേണം. കാരണം UP-യിൽ ഒരു കളി നടക്കില്ല. അതുകൊണ്ട് അഖിലേഷ് യാദവ് ഇപ്പോൾ കിട്ടിയ സീറ്റും കെട്ടിപ്പൊതിഞ്ഞ് ഇങ്ങോട്ട് വാ മൺസൂൺ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. യോഗി കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കളിച്ചിരിക്കും. ഇപ്പോഴുണ്ടായിട്ടുള്ള പരാജയത്തിന്റെ ഉത്തരവാദിത്തം അത് കൃത്യമായി ഭൂപേന്ദർ ഏറ്റെടുക്കുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് യോഗിക്കറിയാം. യോഗിയും കറക്ഷന് തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 10 സീറ്റും ടഫാണെന്നേ. സമാജ്വാദി പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഈ 5 സീറ്റിനപ്പുറം ഈ 10-ൽ കടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും സമ്മതിക്കില്ല. 5-നപ്പുറത്തേക്ക് ഇന്ത്യ ബ്ലോക്ക് പോകാൻ ഒരു കാരണവശാലും അവിടെ യോഗി ആദിത്യനാഥ് സമ്മതിക്കില്ല. ബാക്കിയുള്ളവർ ഒന്നും ഇറങ്ങിയില്ലെങ്കിലും അതിനുള്ള മെക്കാനിസം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പൊരുതാനായിട്ടുള്ള കരുത്ത് യോഗിക്കുണ്ട്. കാരണം ഈ സീറ്റ് പോയപ്പോൾ അത് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട് ആരാണ് ബാക്കിലോട്ട് നിന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് പാർട്ടി. അപ്പോൾ നിഷാദ് പാർട്ടിയുടേതാണ് 1 സീറ്റ്, RLD-യുടേതാണ് 1 സീറ്റ്, BJP-യുടേത് 3 സീറ്റ്. അങ്ങനെയാണ് ഇപ്പോൾ NDA-യുടെ കൈവശമുള്ള 5 സീറ്റുകൾ നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ BJP പിടിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് കർഹാലാണ്. കർഹാൽ എന്ന് പറയുന്നത് അഖിലേഷിന്റെ അച്ഛൻ്റെ ഒക്കെ സീറ്റാണ്. 1993 മുതൽ സമാജ്വാദി പാർട്ടി അല്ലാതെ ആരും അവിടെ ജയിച്ചിട്ടില്ല. ആ സീറ്റ് പിടിക്കണമെന്നുള്ള ടാർഗറ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് കർഹാലാണ്. ഇനി BJP അവസാനം ജയിച്ച കുണ്ടർക്കി മണ്ഡലത്തിൽ BJP അവസാനം ജയിച്ചത് 93-ലാണ്. അതിനുശേഷം അടുത്തോട്ട് പോലും വരാൻ പറ്റിയിട്ടില്ല. അവിടെയൊന്നും ഈ പറയുന്ന PDA ഫോർമുലയും കൊണ്ട് അഖിലേഷ് യാദവ്, അതായത് പിछड़ा ദളിത് അല്പസംഖ്യക് അല്ലേ ഉണ്ട് സാറേ, അപ്പോൾ ആ PDA ഫോർമുലയും കൊണ്ടൊന്നും അഖിലേഷ് യാദവ് വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആ ബാങ്ക് പൊളിച്ച് ആ ബാങ്കിന്റെ തറയടക്കം നിരപ്പാക്കിയിട്ട് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ യോഗി ആദിത്യനാഥിന് അറിയാമെന്നുള്ളത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇനി ഫൈസാബാദ് MP ആയ അവധേഷ് പ്രസാദിനെ കുറിച്ച് പറഞ്ഞല്ലോ. അവധേഷ് പ്രസാദിന്റെ MLA ആയിരുന്ന മണ്ഡലമാണ് മിൽക്കിപൂർ. 9 തവണയാണ് അവിടെ അവധേഷ് പ്രസാദ് ജയിച്ചത്. ആ മിൽക്കിപൂർ പിടിക്കുമെന്നാണ് യോഗി പറഞ്ഞത്. ഈ യോഗത്തിൽ നമുക്ക് പിടിക്കേണ്ട 2 മണ്ഡലങ്ങൾ കർഹാൽ അതുപോലെ തന്നെ മിൽക്കിപൂർ. 9 തവണ ഫൈസാബാദിൽ ഇപ്പോൾ പിടിച്ച അവധേഷ് പ്രസാദിന്റെ അതായത് തട്ടകത്തിൽ കയറി അടിക്കുമെന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ഒപ്പം ഇന്ത്യ മുന്നണിയുടെ ഒക്കെ പോസ്റ്റർ ബോയ് ആയ അവധേഷ് പ്രസാദ് നന്നായിട്ടൊന്ന് നോക്കിയിരുന്നു. ആ മണ്ഡലത്തിലും മിൽക്കിപൂറിലും കയറി അങ്ങോട്ട് അടിക്കുക എന്നത് തന്നെയാണ് അവരിട്ടിരിക്കുന്ന ലക്ഷ്യം. അപ്പോൾ ആ ചലഞ്ച് യോഗി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഓഗസ്റ്റിൽ അതിന്റെ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും. ഓവർ കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാർട്ടി മെഷീനറി മുഴുവൻ മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും നമ്മൾ ജയിച്ചു കഴിഞ്ഞു, ആ ഒരു അലംഭാവവും ആലസ്യവും UP-യിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ലോക്സഭയിൽ വിനയായ കാര്യങ്ങൾ അത് ഒരു കാരണവശാലും ഇനി ആവർത്തിക്കാൻ പോകുന്നില്ല. മാത്രമല്ല അൺപോപ്പുലർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അതിനി ആര് റെക്കമെൻഡ് ചെയ്ത ആളായാലും അൺപോപ്പുലറായ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാൻഡിഡേറ്റ് പോലും ഈ 10 എണ്ണത്തിൽ ഉണ്ടാകില്ല. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ രാജ്പൂത് വോട്ടേഴ്സ് അവരുടെ ഒരു ഏലിയനേഷൻ അത് സംഭവിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. VK സിംഗ് ഇഷ്യൂ അടക്കം അങ്ങനെ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നവും 1 by 1 എടുത്ത് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം ഉള്ള പാർട്ടിയാണ് BJP. അത് അവർ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാജ്പുത് വേഴ്സസ് OBC ആംഗിൾ അതാണ് അടുത്തത് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള അടുത്ത പ്രശ്നം. അതും ഉടൻ തന്നെ പരിഹരിക്കുകയും ചെയ്യും. 62-ൽ നിന്ന് 33-ലേക്ക് വീഴാൻ യോഗി കാരണമായിട്ടുണ്ടെങ്കിൽ, ആ ചലഞ്ച് യോഗി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ യോഗി ആ നഷ്ടം നികത്തും എന്നുള്ളത് ഉറപ്പാണ്. അതിന് ദേശീയ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് യോഗിയെ മാറ്റാനൊന്നും പോകുന്നില്ല, മൗര്യ തിരിച്ചു പൊയ്ക്കോളൂ, അവിടെ ചെന്നിട്ട് ഇനി കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട എന്ന് കൂടി പറഞ്ഞാണ് കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം പോലും വരാനുള്ള സാധ്യതയുമില്ല. ഇപ്പോൾ BJP-യുടെ ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നരേന്ദ്രമോദി അടക്കമെത്തി അവിടെ കൂടിയാലോചനകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് അതാണ്. അപ്പോൾ UP-യിൽ 6 റീജിയനുകളിലുമായി ഉണ്ടായിട്ടുള്ള 8% ഒരു ഡിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായി തന്നെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോർച്ച അടയ്ക്കുക തന്നെ ചെയ്യും. അപ്പോൾ BSP പിടിക്കുമെന്ന് പറഞ്ഞിരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ BSP പിടിക്കുമെന്ന് കരുതിയിരുന്ന വോട്ടുകൾ അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആ വോട്ടുകൾ N ബ്ലോക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് പോയി എന്നുള്ളത് അവർ ഇതിനകം തന്നെ വിലയിരുത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഉദ്യോഗസ്ഥ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബ്യൂറോക്രസി ചെയ്യേണ്ട കാര്യം ബ്യൂറോക്രസിയാണ് ചെയ്യേണ്ടത്, അല്ലാതെ പാർട്ടി സെൻട്രലിൽ നിന്നല്ല. പാർട്ടിക്കാർ കയറിയിട്ടല്ല ഉത്തരവിടേണ്ടത്, പാർട്ടിക്കാരല്ല നിയമനം നടത്തേണ്ടത്, നുഴഞ്ഞു കയറേണ്ടതും പാർട്ടിക്കാരല്ല. ഉദ്യോഗസ്ഥർ ഭരിക്കേണ്ട കാര്യങ്ങൾ UP-യിൽ ഉദ്യോഗസ്ഥർ തന്നെ ഭരിക്കും. പാർട്ടിക്കാർ ഭരിക്കുന്നത് ഇവിടെ കേരളത്തിലേ നടക്കൂ, UP-യിൽ നടക്കില്ല. അപ്പോൾ ബ്യൂറോക്രസിയും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ
പറയാൻ ഇടപെടാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി ഉത്തർപ്രദേശിൽ ഉണ്ട് എന്നുള്ളത് കൂടി പറയാം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് അതേക്കുറിച്ച് കൂടി പറയാം. ഇനി സർസംഘചാലക് പറഞ്ഞത് ജാർഖണ്ഡിൽ വികാസ് ഭാരതി സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ പറഞ്ഞ ഒരു വാചകമാണ് അങ്ങ് എടുത്തു പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞ ആ വാചകത്തിന് മുൻപ് പറഞ്ഞു വന്നത് രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചാണ്. അതിൽ ഈ പറയുന്ന ദേവത, ഭഗവാൻ തുടങ്ങിയ റെഫറൻസുകൾ വന്നതുകൊണ്ട് അതിന് മുൻപ് പറഞ്ഞ കാര്യം കൂടി പറഞ്ഞാൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. അതായത് അദ്ദേഹം പറഞ്ഞത് 33 കോടി ദേവന്മാരും ദേവതകളും നമുക്കുണ്ട്. അതുപോലെ തന്നെ സനാതനധർമ്മം മനുഷ്യധർമ്മത്തിന്റെ പുരോഗതിക്ക് എത്ര ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു സനാതനധർമ്മം രാജകൊട്ടാരങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതല്ല, 3800-ലധികം ഭാഷകൾ നമുക്കുണ്ട്. അതിനുശേഷം വ്യത്യസ്ത ദൈവങ്ങളെ വ്യത്യസ്ത രീതിയിൽ ആരാധിക്കുന്നവരാണ് ഭാരതീയർ എന്ന് പറഞ്ഞതിന് ശേഷമാണ് താങ്കൾ പറഞ്ഞ വാചകത്തിലേക്ക് വന്നത്. അതിൽ നേരിട്ട് നരേന്ദ്രമോദിയാണ് ഉദ്ദേശിച്ചത് ജയറാം രമേശ് പറഞ്ഞത് അതേപടി അങ്ങ് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ കഴിയില്ല. കാരണം പറഞ്ഞത് ഇങ്ങനെയാണ്, പുരോഗതിക്ക് ഒരു അവസാനവുമില്ല. അതായത് മനുഷ്യൻ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ആളുകൾ സൂപ്പർമാൻ ആകാൻ ആഗ്രഹിക്കുന്നു. അവിടെയും നിർത്തുന്നില്ല. ദേവതയാകാൻ, ദേവതയാകാൻ, ഭഗവാനാകാൻ ഒക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ ഭഗവാൻ പറയുന്നു എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഭഗവാൻ ആകാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകത്തെ പറയാം, പൂർത്തിയാക്കട്ടെ, അതിനിടയ്ക്ക് വെടിപൊട്ടിക്കാതെ. അപ്പോൾ ഭഗവാൻ പറയുന്നു ഞാൻ എല്ലായിടത്തും ഉണ്ടെന്ന്. അതായത് താങ്കൾ വിശ്വരൂപൻ എന്ന് പറഞ്ഞല്ലോ, വിശ്വരൂപൻ എന്ന് പറയുന്ന സിനിമ പോലെയല്ല, വിശ്വരൂപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംനി പ്രസന്റ് എന്നാണ് അർത്ഥം. അതായത് സർവ്വവ്യാപി, ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ തത്വമസിയുടെ അർത്ഥം അറിയണം, അഹം ബ്രഹ്മാസ്മിയുടെ അർത്ഥം അറിയണം. ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്, സർവ്വവ്യാപിയാണ്. ആ സർവ്വവ്യാപിയായ ഈശ്വരനാകാൻ ഞാൻ ആഗ്രഹിച്ചാൽ അതൊരു തെറ്റല്ല. കാരണം എല്ലാവരിലുമുള്ള ഈശ്വരൻ എന്നിലും കുടികൊള്ളുന്നു എന്ന് ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി പറയുന്നതിൽ എന്താണ് തെറ്റ്? അല്ലാതെ നരേന്ദ്രമോദി ഞാൻ ദൈവമാണ്, നാളെ മുതൽ നിങ്ങൾ എല്ലാവരും വന്ന് എനിക്ക് പാലഭിഷേകം നടത്തണമെന്നൊന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. എല്ലാവരിലും ഉള്ളതുപോലെ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. ഈശ്വരനിൽ വിശ്വസിക്കുന്നവർ കരുതുന്നത് എല്ലാവരിലും ഉള്ളതുപോലെ, തൂണിലും തുരുമ്പിലും ഉള്ളതുപോലെ ഈശ്വരാംശം എന്നിലും ഉണ്ട് എന്നാണ്. അതാണ് ഇവിടെ മോഹൻ ഭാഗവത് എന്ന് പറയുന്ന RSSന്റെ സർസംഘചാലക് പറഞ്ഞത്. അതായത് വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംനി പ്രസന്റ് എന്നാണ്, സർവ്വവ്യാപി എന്നാണ്. അതാണ് പറഞ്ഞത്. അല്ലാതെ അത് നരേന്ദ്രമോദിയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ജയറാം രമേശ് വ്യാഖ്യാനിച്ച ഉടനെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുമ്പോൾ അതിലും വലുതുണ്ടോ എന്ന്, അതായത് വിശ്വരൂപിനേക്കാൾ വലുതുണ്ടോ എന്ന് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻ ഭാഗവത് ആ വാചകം അവസാനിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് അത് നരേന്ദ്രമോദിയെ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകില്ല. യോഗിക്ക് ആരും ഇവിടെ മുക്കുകയറിയിട്ടില്ല. 2027 വരെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആയിരിക്കും. ബയോളജിക്കൽ അല്ല എന്റെ ജന്മം എന്ന് പറഞ്ഞത് മോദി തന്നെയല്ലേ? ബയോളജിക്കൽ അല്ല എന്നല്ല പറഞ്ഞത്, എന്റെ ജന്മം ജൈവികമാണ് എന്നതിനപ്പുറം ഞാൻ കരുതുന്നു എന്നാണ് പറഞ്ഞത്. ജൈവികമാണെന്നാണ് കരുതിയത്. ഇപ്പോഴെന്താണ്, ജൈവികമാണോ? അദ്ദേഹം പറഞ്ഞ വാചകം എന്നിലും ഈശ്വരന്റെ അംശമുണ്ടെന്നുള്ളതാണ്. ഈ മനസ്സിലാകാത്ത ആളോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ കേരളത്തിൽ ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമായിട്ട് നിങ്ങൾ പല കാലങ്ങളും പറയുന്നത്, അതൊക്കെ വേറെ ഇന്റർപ്രിട്ടേഷൻ. അതൊന്നും അല്ല, തത്വമസിയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ്, അത് ദൈവീക നിയോഗമാണ്. അതാണെന്ന് ഇപ്പോൾ പറഞ്ഞത്. ഈശ്വരൻ എന്നെ തെരഞ്ഞെടുത്തയച്ചാണ്, ഓരോരുത്തരും തെരഞ്ഞെടുത്തയക്കും. ഡോക്ടർ അരുണിനെ കഴിഞ്ഞ തവണ 3 ലക്ഷത്തിന് തെരഞ്ഞെടുത്തു, ഇത്തവണ 1.5 ലക്ഷത്തിന് തെരഞ്ഞെടുത്തു. കഴിഞ്ഞ തവണ 3 ലക്ഷത്തിന് തെരഞ്ഞെടുത്തു, ഇത്തവണ 1 ലക്ഷം. അത് ജനങ്ങൾ അതൊരു ഇലക്ഷൻ പ്രൊസീജിയർ ആണ്. അതും ദൈവത്തിന്റെ നിയോഗവും തമ്മിൽ ഓരോ വ്യക്തിക്കും തട്ടുപൊളിക്കുന്നു എന്തോ പറഞ്ഞല്ലോ, തട്ടേ കയറി എന്തോ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ആ മാനമര്യാദയ്ക്ക് ആ അമ്പലത്തിന്റെ തട്ടൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ പൊളിഞ്ഞു വീഴത്തില്ലായിരുന്നു, ആ വെള്ളമെങ്കിലും. Meet the editors.